आज की हिंदी कक्षा में सभी को എടുക്കാൻ പോകുന്നത് ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് संज्ञा शब्दों के जिस रूप पता चलता है उसे ലിംഗ कहते हैं. അതായത് ഒരു നൗണായിട്ടുള്ള ഒരു വേർഡ് അത് പുരുഷജാതിയിൽപ്പെട്ടതാണോ സ്ത്രീ ജാതിയിൽപ്പെട്ടതാണോ എന്ന് നോക്കുന്നതിനെയാണ് ലിംഗ് എന്ന് പറയുന്നത്. വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ सरल शब्दों में शब्द की जाति को लिंग कहते हैं. ശബ്ദത്തിൻ്റെ ജാതിക്ക് പറയുന്ന പേരാണ് ലിംഗ്. അതായത് ശബ്ദത്തിൻ്റെ ജാതി നിർണ്ണയിക്കുന്ന ഒന്നാണ് ലിംഗ്. ഹിന്ദിയിൽ ലിംഗത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, പുല്ലിംഗ്, സ്ത്രീലിംഗ്. ലിംഗിന് ഉദാഹരണമാണ് ലഡ്ക, ലഡ്ക്കി, ഗായ്, ഭൈൽ, ഘടി, പേട്. ഇതിനകത്ത് പുല്ലിംഗവും വരുന്നുണ്ട്, സ്ത്രീലിംഗവും വരുന്നുണ്ട്. ലഡ്ക എന്ന് പറയുന്നത് പുല്ലിംഗമാണെങ്കിൽ ലഡ്ക്കി എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്. ഹിന്ദിയിലുള്ള എല്ലാ വാക്കുകളും ഏത് കാറ്റഗറിയിൽ പെടുന്നു, സ്ത്രീലിംഗത്തിലാണോ പുല്ലിംഗത്തിലാണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്താണ് പുല്ലിംഗം എന്ന് നമുക്ക് നോക്കാം. जिन संज्ञा शब्दों से पुरुष जाति का बोध होता है उन्हें पुल्लिंग कहते हैं. അതായത് പുരുഷജാതിയിൽപ്പെടുന്ന ശബ്ദങ്ങളെയാണ് പുല്ലിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണം ലഡ്ക, കുത്ത, സിംഹ്, ഘർ തുടങ്ങിയ ഒരുപാട് ശബ്ദങ്ങളുണ്ട്. അതൊക്കെ പുല്ലിംഗ ശബ്ദത്തിൽ പെടുന്നു. ഇനി എന്താണ് സ്ത്രീലിംഗ്? നമ്മൾ പുല്ലിംഗ് പറഞ്ഞു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്ത്രീലിംഗ്. ജിൻ സംജ്ഞാ ശബ്ദോं से സ്ത്രീ ജാതി കാ ബോധ ഹോത്താ ഹേ ഉന്നെ സ്ത്രീലിംഗ് कहते हैं. അതായത് നൗണായ ഒരു ശബ്ദം അതിനെ സ്ത്രീ ജാതിയിൽപ്പെടുന്നതാണെങ്കിൽ, അതിനെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ അതിനെയാണ് സ്ത്രീലിംഗം എന്ന് പറയുന്നത്. ഉദാഹരണം ലഡ്ക്കി, കുത്തി, ഗായ്, നാരി ആദി. അങ്ങനെ ഒരുപാട് ശബ്ദങ്ങൾ സ്ത്രീലിംഗം ആയിട്ടുണ്ട്. ഇനി എങ്ങനെ നമുക്ക് പുല്ലിംഗ ശബ്ദങ്ങളെ തിരിച്ചറിയാം, നമുക്ക് എങ്ങനെ സാധിക്കുമെന്ന് ഉള്ള നിയമമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. നിമ്നലിഖിത ശബ്ദ സമൂഹ പുല്ലിംഗ് മാനെ ജാത്തെ ഹെ. താഴെ കൊടുത്തിരിക്കുന്ന നിയമങ്ങളൊക്കെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അത്തരത്തിലുള്ള നിയമങ്ങളിൽ പെടുന്നതാണ് पुल्लिंग शब्दങ്ങൾ. संस्कृत के अकारांत शब्दों को छोड़कर हिंदी के सभी अकारांत शब्द जैसे कपड़ा, आटा, जूता, छाता, പൈസ ആദി. അതായത് സംസ്കൃതത്തിൽ നിന്നും വരുന്ന ആകാരാന്ത ശബ്ദം കൊച്ചു കൊടുക്കുക, ആയിൽ അവസാനിക്കുന്ന, അതായത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഒരു ശബ്ദം ആയിൽ അവസാനിക്കുന്ന സംസ്കൃത ശബ്ദങ്ങൾ വിട്ടിട്ട് ഹിന്ദിയിലെ എല്ലാ ആകാരാന്ത ശബ്ദങ്ങളും പുല്ലിംഗത്തിൽ വരുന്നു. അതായത് നമ്മളൊരു ശബ്ദം പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ആയിൽ അവസാനിക്കുന്ന ഹിന്ദി ശബ്ദങ്ങളാണ് പുല്ലിംഗം. ഇവിടെ കപ്പട എന്ന ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. നമ്മൾ കപ്പട എന്ന് ഉച്ചരിക്കുമ്പോൾ ആയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ അപ്രകാരമുള്ള ശബ്ദങ്ങളെയാണ് പുല്ലിംഗം എന്നാണ് പറയുന്നത്. പക്ഷേ സംസ്കൃതത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആയിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളാണെങ്കിൽ അത് പുല്ലിംഗമല്ല. ഇവിടെ അപവാദ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ആകാരത്തിൽ അവസാനിക്കുന്ന, അതായത് ആയിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളാണെങ്കിൽ കൂടി അത് സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. ലഘുത ബോധകീയ പ്രത്യായന്ത് ശബ്ദ സ്ത്രീലിംഗ ജൈസെ ലുട്ടിയ, പുലിയ, ഖട്ടിയ, ഡിബിയ. അതായത് ലിയ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്ന ശബ്ദങ്ങളൊക്കെ സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആയിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളൊക്കെ പുല്ലിംഗമാണെന്ന്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ പറഞ്ഞത് കണ്ടില്ലേ, ലഘുത ബോധക ഈയ പ്രത്യായം, അതായത് ഈയ എന്ന് അവസാനിക്കുന്ന ഒരു ശബ്ദത്തിൻ്റെ അവസാനം ഈയ എന്ന് അവസാനിക്കുന്ന ശബ്ദങ്ങളൊക്കെ സ്ത്രീലിംഗമാണെന്നും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്.
അപ്പോൾ എല്ലാ ശബ്ദങ്ങളും ആയിൽ അവസാനിക്കുന്ന ശബ്ദങ്ങൾ പുല്ലിംഗമല്ല, അതിനിടയിൽ ഇങ്ങനത്തെ ശബ്ദങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് ധാതുവും നക്ഷത്രവും പേടോ പഹാടോ ഓ രത്നോ കെ നാം പുല്ലിംഗ് ഹോത്തെ ഹെ. അതായത് ലോഹങ്ങളായിക്കോട്ടെ, നക്ഷത്രങ്ങളായിക്കോട്ടെ, പേട് വൃക്ഷങ്ങളായിക്കോട്ടെ, അതുപോലെ പഹാഡ് പർവ്വതങ്ങളായിക്കോട്ടെ, അതുപോലെ രത്നങ്ങളായിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ പേര് എപ്പോഴും പുല്ലിംഗമായിരിക്കും. ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. സോന, സൂര്യ, ചന്ദ്രമ, ബർഗദ്, ഹിമാലയ്, ഹീര തുടങ്ങിയ ധാതുക്കൾ നമ്മൾ പറഞ്ഞു, നക്ഷത്രങ്ങൾ പറഞ്ഞു, പേട് പറഞ്ഞു, പഹാഡ് പറഞ്ഞു, രത്നം. അപ്പോൾ ഇപ്രകാരമുള്ളതൊക്കെ എന്തിൽ വരുന്നു? പുല്ലിംഗത്തിൽ വരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതിനകത്തും ഉണ്ട് അപവാദ്. അപവാദം പറഞ്ഞാൽ അതിനകത്തും സ്ത്രീലിംഗ ശബ്ദങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ചാന്തി, വെള്ളി, അതുപോലെ പൃഥ്വി, ഭൂമി, ഇമലി, പുളി, സുപ്പാരി, അടയ്ക്ക തുടങ്ങിയതൊക്കെ ഈ പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ കൂടി സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. നെക്സ്റ്റ് മഹിനോ തഥാ ദിനോ കെ നാം. മാസങ്ങളുടെയും ദിവസങ്ങളുടെയും പേരൊക്കെ പുല്ലിംഗമായിരിക്കും. ചൈത്ര, വൈശാഖ്, ആഷാഢ്, രവിവാർ, സോമവാർ തുടങ്ങിയ മാസങ്ങളുടെയും ദിവസങ്ങളുടെയും പേരൊക്കെ പുല്ലിംഗമായിരിക്കും. അടുത്തത് സമുദ്രവും ദേശവും ജില്ലവും നഗരവും തഥാ ഗാവും കെ നാം. സമുദ്രങ്ങളുടെയും ദേശങ്ങളുടെയും ജില്ലകളുടെയും നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും ഒക്കെ പേര് എപ്പോഴും പുല്ലിംഗമായിരിക്കും. ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അറബ് സാഗർ, ഭാരത്, കൽക്കത്ത, മദ്രാസ്, ഗുണ്ട്ഗാവ് ആദി. പക്ഷെ അതിനകത്തും അപവാദ ശബ്ദമുണ്ട്. ദില്ലി എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നഗരത്തിൻ്റെ പേരാണെങ്കിൽ കൂടി അത് എന്താണ്? സ്ത്രീലിംഗമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ അടുത്തത് ആവ്, പൻ, പ, ത്വ ആദി മേ ഹന്ത് ഹോനെ വാലെ ശബ്ദ്. ആവ്, പൻ, പ, ത്വ എന്ന് പറയുന്ന വാക്കുകളിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളൊക്കെ പുല്ലിംഗമായിരിക്കും. ഉദാഹരണം ബഹാവ്, അവിടെ ആവ് വന്നിട്ടുണ്ട്. അതുപോലെ ബച്പൻ, അവിടെ പൻ വന്നിട്ടുണ്ട്. അതുപോലെ ബുഡാപ്പ, മനുഷ്യത്വ തുടങ്ങിയവയൊക്കെ നമുക്ക് പുല്ലിംഗമാണെന്ന് പറയാം. അതുപോലെ തന്നെ അടുത്തത് ആൻമേ അന്ത് ഹോനെ വാലെ കൃതന്ത് കി സജ്ഞായെ. അതുപോലെ തന്നെ ആൻ എന്ന് പറയുന്ന വാക്കിലൂടെ അവസാനിക്കുന്ന ശബ്ദങ്ങൾ ലഖാൻ, മിലൻ, ഖാൻ, ഫാൻ ആദി തുടങ്ങിയവയൊക്കെ പുല്ലിംഗം കാറ്റഗറിയിൽ വരുന്നു. അതിനകത്തുമുണ്ട് അപവാദ്. ഉഡാൻ, പഹ്ചാൻ, മുസ്കാൻ ആദി സ്ത്രീലിംഗ ശബ്ദ ഹേ. അപ്പോൾ നമുക്കെല്ലാം ആനിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളെല്ലാം പുല്ലിംഗത്തിലാണ് വരുന്നതെന്ന് പറയാൻ സാധിക്കില്ല. ചിലതൊക്കെ സ്ത്രീലിംഗത്തിലും വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തത് ക്രിയാർത്ഥക് സജ്ഞായ, അതായത് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങളൊക്കെ പുല്ലിംഗത്തിലാണ് വരുന്നതെന്നാണ് പറയുന്നത്. ചലന, ഖേൽന, ദൗഡന ആദി. ഓടുക, കളിക്കുക, നടക്കുക എന്നതൊക്കെ പ്രവൃത്തി സൂചിപ്പിക്കുന്ന ശബ്ദങ്ങളാണ്. അതൊക്കെ പുല്ലിംഗമാണ്. അനാജോ കെ നാം, ധാന്യങ്ങളുടെ പേരും പുല്ലിംഗമാണെന്നാണ് പറയുന്നത്. ജൈസെ ഗേഹു, ചാവൽ, ചന, ബസ്ര ആദി. പക്ഷെ അതിനകത്തും അപവാദ ശബ്ദമുണ്ട്. മൂങ്ക്, ദാൽ എന്ന് പറഞ്ഞാൽ പരിപ്പാണ്, അർഹർ ആദി. അടുത്തത് സബി ദ്രവ്യപദാർത്ഥ പുല്ലിംഗ് ഹോത്തെ ഹെ. ദ്രവ്യപദാർത്ഥങ്ങളൊക്കെ പുല്ലിംഗമാണെന്നാണ് പറയുന്നത്. അതായത് ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥങ്ങൾ, അതായത് പാനി, തേൽ, ദൂത്, ദഹി, ഘീ. പക്ഷെ അതിനകത്തും അപവാദ ശബ്ദമുണ്ട്. ചാച്ച്, ലസ്സി ആദി. അടുത്തത് പ്രായ സബി ആഖാരന്ത് സജ്ഞായെ. ആയിൽ അവസാനിക്കുന്ന നൗണുകളൊക്കെ അല്ലെങ്കിൽ ശബ്ദങ്ങളൊക്കെ പുല്ലിംഗമാണെന്നാണ് പറയുന്നത്. ജൈസെ ഘർ, ജൽ, thal, phal, ധൻ, പേട് തുടങ്ങിയവയൊക്കെ പുല്ലിംഗമാണ്. പക്ഷേ അതിനകത്തും അപവാദ ശബ്ദങ്ങളുണ്ട്. അതായത് അതിനകത്തും സ്ത്രീലിംഗ ശബ്ദങ്ങൾ വരുന്നതുണ്ട്. ഭാത്ത്,
റാത്ത്, ഷാം. ഈ ശബ്ദങ്ങളൊക്കെ നമ്മൾ പിരിച്ചെഴുതുമ്പോൾ നമുക്ക് ആയിലാണ് അവസാനിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് ഇത് അകാരാന്ത് സംജ്ഞായ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തത് അന്ത്മേ ആബ് വാലി ഉറുദു സംജ്ഞായ, അതായത് അവസാനം ആബിൽ അവസാനിക്കുന്ന ഉറുദു വാക്കുകളൊക്കെ പുല്ലിംഗമായിരിക്കും. ഗുലാബ്, ജവാബ്, ഹിസാബ്, കവാബ് ആദി. അതിനകത്തും അപവാദ ശബ്ദമുണ്ട്, കിതാബ്, അറാബ് ആദി. അപ്പോൾ കിതാബ് എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ത, തൃ, ആസ്, ആപ്പ് और ना में अंध होने वाले संस्कृत के सभी शब्द പുല്ലിംഗ ഹോത്തെ ഹെ. തായിലും ത്രായിലും ആസിലും ആപ്പിലും അതുപോലെ നായിലും അവസാനിക്കുന്ന സംസ്കൃത ശബ്ദങ്ങളൊക്കെ പുല്ലിംഗമായിരിക്കും. ഗീത്, മിത്ര, ത്രാസ്, താബ്, വികാർ, വചൻ ആദി. നെക്സ്റ്റ് ആൻ, ആൽ, ആർ ആദി മേ ഹന്ത് ഹോനെ വാലി ഉറുദു കി സംജ്ഞായേ. ആനിലും ആലിലും ആറിലും അവസാനിക്കുന്ന ഉറുദു ശബ്ദങ്ങൾ. ഉദാഹരണം മക്കാൻ, ബാസാർ, സവാൽ ആദി. പക്ഷെ അതിനകത്തും അപവാദ ശബ്ദമുണ്ട്. ദുഖാൻ, ദുഖാൻ എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണെന്നാണ് പറയുന്നത്. അതുപോലെ സർക്കാർ സ്ത്രീലിംഗമാണ്. തക്വാൽ ആദി സ്ത്രീലിംഗ ശബ്ദ ഹെ. അപ്പോൾ നമുക്ക് ഇതൊക്കെ കാണാതെ പഠിച്ച് പറ്റുള്ളൂ, എങ്കിലേ നമുക്കൊരു വാക്യം എഴുതാനോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് എഴുതാനോ ഒക്കെ നമുക്ക് ഉപകരിക്കുള്ളൂ. നൗണ് അല്ലെങ്കിൽ കർത്താവ് സ്ത്രീലിംഗമാണെങ്കിൽ ക്രിയ നമുക്ക് സ്ത്രീലിംഗമായി ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്തത് സ്ത്രീലിംഗ ശബ്ദം കി പഹചാൻ കെ കുച്ച് മുഖ്യ നിയമം. ഇനി എങ്ങനെയാണ് നമുക്ക് സ്ത്രീലിംഗ ശബ്ദങ്ങൾ മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ സാധിക്കുക, അതിൻ്റെ നിയമങ്ങൾ നമുക്ക് പഠിക്കാം. നമുക്ക് എക്സാമിന് ഇങ്ങനെ നിയമം എഴുതാനായിട്ട് പറയും. പുല്ലിംഗ് പഹചാനയ്ക്ക് 5 നിയം അല്ലെങ്കിൽ 10 നിയം ലിഖിയെ എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ സ്ത്രീലിംഗ ശബ്ദമൊക്കെ പഹചാനയ്ക്ക് കുച്ച് മുഖ്യ നിയം ലിഖിയെ എന്ന് പറഞ്ഞിട്ട് എക്സാമിന് ചോദിച്ചേക്കാം. നമുക്കിനി സ്ത്രീലിംഗ ശബ്ദം എങ്ങനെ തിരിച്ചറിയാം, അതിൻ്റെ നിയമങ്ങൾ പഠിക്കാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് പുല്ലിംഗ ശബ്ദങ്ങളെ തിരിച്ചറിയാനുള്ള നിയമങ്ങളാണ്. ഇനി ഹിന്ദിക്ക് പ്രായ സബി ഇകാരാന്ത് ശബ്ദ സ്ത്രീലിംഗ ഹോത്തെ ഹെ. അതായത് ഹിന്ദിയിലെ മിക്ക ഈയിൽ അവസാനിക്കുന്ന, ഇകാരാന്ത് എന്ന് പറഞ്ഞാൽ ഈയിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളൊക്കെ സ്ത്രീലിംഗത്തിൽ പെടുന്നു എന്നാണ് പറയുന്നത്. പുല്ലിംഗം ആയിൽ അവസാനിക്കുന്നു, സ്ത്രീലിംഗം ഈയിൽ അവസാനിക്കുന്നു. പക്ഷേ എല്ലാം നമുക്ക് ഈയിൽ അവസാനിക്കുന്ന എല്ലാം സ്ത്രീലിംഗമാണ്, അല്ലെങ്കിൽ ആയിൽ അവസാനിക്കുന്ന എല്ലാ ശബ്ദങ്ങളും പുല്ലിംഗമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. മിട്ടി, ചട്ടായി, ചാർപ്പായി, ഢാലി, ഗാലി, ടോപ്പി തുടങ്ങിയവയൊക്കെ ഈ കാരാന്ത ശബ്ദങ്ങളാണ്. ഈയിലാണ് അവസാനിക്കുന്നത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ, അല്ലേ? ഈ മാത്രയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സ്ത്രീലിംഗമാണെന്നാണ് പറയുന്നത്. പക്ഷേ അതിനകത്തും അപവാദ ശബ്ദമുണ്ട്. മോത്തി, അത് ഈയിലാണ് അവസാനിക്കുന്നത്, പക്ഷേ സ്ത്രീലിംഗമല്ല, അത് പുല്ലിംഗമാണ്. അതുപോലെ ദഹി, പാനി, ജി തുടങ്ങിയവയൊക്കെ പുല്ലിംഗ ശബ്ദങ്ങളാണ്. അടുത്തത് ഭാഷാവൊക്കെ നാം സ്ത്രീലിംഗ ഹെ. എല്ലാ ഭാഷകളുടെ പേരും സ്ത്രീലിംഗമായിരിക്കും. ഹിന്ദി, അറബി, തമിഴ്, ഫാർസി തുടങ്ങിയവ. നദിയൊക്കെ നാം സ്ത്രീലിംഗ ഹെ. നദികളുടെ പേരും സ്ത്രീലിംഗമായിരിക്കും. ഗംഗ, കാവേരി ആദി. അതുപോലെ ആയി മേ അന്ത് ഹോനെ വാലി സംജ്ഞായ സ്ത്രീലിംഗ ഹെ. ആയിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളൊക്കെ സ്ത്രീലിംഗമായിരിക്കും. പടായി, പുനായി ആദി. അതുപോലെ ടട്ട്, ठ, वट और हट में अंत होने वाली भाववाचक संज्ञाएं स्त्रीलिंग होती हैं. ठ, वट और हट എന്ന് പറയുന്ന വാക്കുകളിൽ ശബ്ദങ്ങളിൽ അല്ലെങ്കിൽ ധ്വനിയിൽ അവസാനിക്കുന്ന ഭാവവാചക ശബ്ദങ്ങളൊക്കെ സ്ത്രീലിംഗമായിരിക്കും. ജൈസെ ലിഖാവട്ട്, ബനാവട്ട്, ഗബ്രാഹട്ട് ഇതൊക്കെ ഭാവവാചക സംജ്ഞകളാണ്, ഭാവത്തെ സൂചിപ്പിക്കുന്നു. പക്ഷെ ഇതിനകത്തും അപവാദമുണ്ട്. പേട്ട്, पेट, घाट, घूंघट आदि पुल्लिंग है. സംസ്കൃത की सभी ഊകാരം സംജ്ഞാएं സ്ത്രീലിംഗ होती है. സംസ്കൃതത്തിലെ എല്ലാ ഊകാരം, അതായത് ഊൽ അവസാനിക്കുന്ന ശബ്ദങ്ങളൊക്കെ സ്ത്രീലിംഗമായിരിക്കും. ജൈസെ ദസ്യു, മൃത്യു, വായു ആദി.
എന്നൊക്കെ പറയുന്നതൊക്കെ സ്ത്രീലിംഗമാണെന്നാണ് പറയുന്നത്. അപവാദ്, അതിനകത്തും അപവാദമുണ്ട്. തരു, മധു, അശ്രു തുടങ്ങിയവയൊക്കെ സ്ത്രീലിംഗം അല്ല, പുല്ലിംഗമാണ്. നെക്സ്റ്റ്, സംസ്കൃതിക്ക് താ പ്രത്യായന്ത് സംജ്ഞായം പ്രായ സ്ത്രീലിംഗ होती हैं. തായിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളൊക്കെ സ്ത്രീലിംഗമാണ്. സഹായത, ദയാലുത ആദി. സംസ്കൃതിക്ക് ഇക്കാരം സംജ്ഞായ സ്ത്രീലിംഗ होती हैं. ജൈസെ മണി, രുചി ആദി. സംസ്കൃതത്തിലെ ഈകാരാന്ത ശബ്ദങ്ങളൊക്കെ സ്ത്രീലിംഗമായിരിക്കും. ഉദാഹരണം മണി, രുചി എന്നൊക്കെ പറയുന്നത് ഈലാണ് അവസാനിക്കുന്നത്. നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മണി ഈലാണ് അവസാനിക്കുന്നത്. മ പ്ലസ് ന പ്ലസ് ഇ, മണി. രുചി റ പ്ലസ് ഉ പ്ലസ് ഛ പ്ലസ് ഇ, രുചി ഈലാണ് അവസാനിക്കുന്നത്. അടുത്തത്, ഇമാ പ്രത്യായന്ത് സംജ്ഞായ പ്രായ സ്ത്രീലിംഗ होती हैं. ഇമായിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളൊക്കെ സ്ത്രീലിംഗമായിരിക്കും. ഉദാഹരണം ഗരിമ, പൂർണിമ, മഹിമ ആദി. ഉറുദു की प्रायः सभी आकारांत संज्ञाएं स्त्रीलिंग होती हैं. ഉറുദുവിലെ മിക്ക ആയിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളൊക്കെ സ്ത്രീലിംഗമായിരിക്കും. ജൈസെ തലാഷ്, കോഷിഷ്, ലാഷ് തുടങ്ങിയവയൊക്കെ സ്ത്രീലിംഗമാണ്. പക്ഷെ അതിനകത്തും അപവാദ ശബ്ദങ്ങളുണ്ട്. ഹോഷ്, താഷ് ആദ്യമൊക്കെ പുല്ലിംഗമാണ്. തിഥിയോ ഒരു നക്ഷത്രവും के नाम സ്ത്രീലിംഗ है. ഡേറ്റും അതുപോലെ നക്ഷത്രങ്ങളുടെ പേരൊക്കെ എപ്പോഴും സ്ത്രീലിംഗമായിരിക്കും. പ്രഥമ, ദ്വിതീയ, അശ്വനി, കാർത്തിക ആദി സ്ത്രീലിംഗ है. ദെൻ ഭോജനവും के नाम സ്ത്രീലിംഗ होते हैं. ചില ഫുഡ് ഐറ്റംസ് അതിൻ്റെയൊക്കെ പേരൊക്കെ സ്ത്രീലിംഗമായിരിക്കും. റോട്ടി, ദാൽ, തർക്കാരി, ഖീർ ആദി. പക്ഷെ അതിനകത്തും അപവാദമുണ്ട്. ഭാത്, അലുവ, ലഡ്ഡു തുടങ്ങിയവയൊക്കെ എന്താണ്, പുല്ലിംഗമാണ്. കിരാനെ യാ മസാലോ के नाम സ്ത്രീലിംഗ होते हैं. ചില മസാലകളുടെയും മറ്റ് ഭക്ഷണ വസ്തുക്കളുടെയും, ഭക്ഷണം ഉണ്ടാക്കുന്ന ചില വസ്തുക്കളുടെയൊക്കെ പേര് സ്ത്രീലിംഗമായിരിക്കും. ജൈസെ ലൗംഗ്, ഇലായിച്ചി, സുപാരി ആദി. അതുപോലെ നിത്യ സ്ത്രീലിംഗ ശബ്ദ കോയൽ, ചീൽ, മൈന ആദി. ഇതൊക്കെ സ്ത്രീലിംഗമാണ്. ഇനി പുല്ലിംഗ ശബ്ദവും സെ സ്ത്രീലിംഗ ശബ്ദ ബനാനയ്ക്ക് നിയം. പുല്ലിംഗ ശബ്ദങ്ങളെ സ്ത്രീലിംഗ ശബ്ദങ്ങളാക്കാൻ വേണ്ടിയുള്ള നിയമങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആകാരാന്ത് ശബ്ദവും കോ ഇക്കാരാന്ത് ബനാത്തെ ഹെ. മിക്ക ആയിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളും ഈയിൽ അവസാനിപ്പിച്ചാൽ നമുക്ക് സ്ത്രീലിംഗം ലഭിക്കും. ഉദാഹരണമായിട്ട് ലഡ്ക എന്ന് പറയുന്ന പുല്ലിംഗ ശബ്ദത്തെ നമ്മൾ ആയിലാണ് അവസാനിക്കുന്നത്. ല പ്ലസ് ദ പ്ലസ് അ പ്ലസ് ക പ്ലസ് അ, ലഡക്ക. അപ്പോൾ ആ ശബ്ദം നമുക്ക് ലഡ്ക്കി ഈയിൽ അവസാനിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടി, സ്ത്രീലിംഗം കിട്ടി. അതുപോലെ ബച്ച എന്ന് പറയുന്ന അകാരാന്തയിൽ അവസാനിപ്പിക്കുന്ന ശബ്ദം ബച്ചി ഈകാരാന്ത് കൊടുത്ത് നമ്മൾ അതിനെ സ്ത്രീലിംഗമാക്കി. നാന, നാനി, ബേട്ട, ബേട്ടി, ഗോഡ, ഗോഡി, ദാദ, ദാദി. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എല്ലാ ശബ്ദങ്ങളും നമുക്കങ്ങനെ മാറ്റാനായിട്ട് സാധിക്കില്ല, സ്ത്രീലിംഗമാക്കാൻ സാധിക്കില്ല. ഉദാഹരണമായിട്ട് നമുക്ക് ഭായ്, ഭായ് എന്ന് പറയുന്ന ശബ്ദം നമുക്ക് സ്ത്രീലിംഗമാക്കാൻ സാധിക്കില്ല. അത് വേറെ തന്നെയാണ്, മറ്റൊരു ശബ്ദം തന്നെയാണ് അല്ലേ. ബഹൻ എന്നാണ് അതിൻ്റെ സ്ത്രീലിംഗം. അതുപോലെ പിത, പിത എന്ന് പറയുന്ന ശബ്ദം നമുക്ക് പിതി എന്നാക്കിയാൽ അതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം ലഭിക്കില്ല. പിത എന്ന് പറയുന്നത് അച്ഛൻ, അച്ഛൻ്റെ സ്ത്രീലിംഗ ശബ്ദം എന്ന് പറയുന്നത് അമ്മയാണ് അല്ലേ, മാ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. കുച്ച് അകാരൻ ശബ്ദമൊക്കെ അന്തിമേ ആക്കോ ഈയാ കർ ദേത്തെ ഹൈ. അതുപോലെ തന്നെ ചില ആയിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളെ അതിൻ്റെ അവസാനം ഈയാന്ന് ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും, സ്ത്രീലിംഗം കിട്ടും. നേരത്തെ നമ്മളെന്താ പറഞ്ഞ് ഈ ആക്കി മാറ്റിയാൽ, ഈയിൽ അവസാനിപ്പിച്ചാൽ നമുക്ക് സ്ത്രീലിംഗം കിട്ടും. ഇവിടെ ഈയാന്നാക്കിയാൽ നമുക്ക് സ്ത്രീലിംഗം കിട്ടും. പക്ഷേ ആയിൽ അവസാനിക്കണം അല്ലേ. കുത്ത എന്ന് പറയുന്നത് എന്ന ശബ്ദം ആയിൽ അവസാനിക്കുന്നതാണ്. അതിനെ നമ്മൾ ഈയ ചേർത്താൽ നമുക്ക് കുത്തിയ എന്ന് കിട്ടും അല്ലേ. അതുപോലെ ബുഡ, ബുഡിയ, ചൂഹ, ചൂഹിയ, ബേട്ട, ബിട്ടിയ. അതുപോലെ തന്നെ വ്യവസായ ഭൗതിക സംജ്ഞാओं के अंत में इन प्रत्यय लगता है. ചില ജോലിയുമായി ബന്ധപ്പെട്ട മേഖല അല്ലെങ്കിൽ വ്യവസായവുമായി ബന്ധപ്പെട്ട മേഖലയിലെ വാക്കുകളെ അവസാനം ഇൻ ചേർത്ത് കൊടുത്താൽ നമുക്ക് സ്ത്രീലിംഗം കിട്ടും. നായി, നായീൻ. നായി എന്ന് പറഞ്ഞാൽ ബാർബർ എന്നാണ് അർത്ഥം. അതുപോലെ ധോബി, ധോബിൻ. അൽക്കുകാരൻ, അൽക്കുകാരി. അതുപോലെ തേലി, തേലീൻ. അതുപോലെ മാലി, മാലീൻ.
कहार कहारिन, सुनार सुनारिन। इनके अलावा कुछ संबंधवाचक शब्दों तथा मनुष्येतर प्राणीवाचक संज्ञाओं में इन प्रत्यय लगाते हैं. സമതി, സമതിൻ, ഇൻ നമ്മൾ ചേർത്താൽ ചില വാക്കുകളൊക്കെ നമുക്ക് സ്ത്രീലിംഗമാക്കാനായിട്ട് സാധിക്കും. നാഗ്, നാഗിൻ, ഭാഗ്, ഭാഗിൻ. അതായത് ചില മനുഷ്യനിൽ നിന്ന് വിട്ട ചില ജീവികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. कुछ अकारण संज्ञाओं के अंत में नी तथा आनी जोड़ने से स्त्रीलिंग शब्द बनते हैं. ചില ആയിൽ അവസാനിക്കുന്ന ശബ്ദങ്ങൾ അവസാനം നീന്നോ അല്ലെങ്കിൽ ആനീന്നോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീലിംഗം കിട്ടും. മോർ, മോർനി, ഷേർ, ഷേർനി, ഊണ്ട്, ഊണ്ടിനി, ഭീൽ, ഭീൽനി, സേഠ്, സെഠാനി, ജേഠ്, ജഠാനി, നൗക്കർ, നൗക്കറാനി, ദേവർ, ദേവറാനി. ഇതൊക്കെ നമുക്ക് ബൈഹാർട്ടാക്കി വെക്കേണ്ടതുണ്ട്. എങ്കിലേ ഇതൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളിത് മനസ്സിലാക്കുക, ആയിൽ അവസാനിക്കുന്ന എല്ലാ ശബ്ദങ്ങളും പുല്ലിംഗമല്ല, അതിലും അപവാദമുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എല്ലാ ആയിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളും നമുക്ക് ഈ അവസാനം ഈ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീലിംഗം ലഭിക്കുമെങ്കിലും ചിലതൊക്കെ ലഭിക്കാത്ത ശബ്ദങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. कुछ संज्ञाओं के अंत में आइन प्रत्यय लगाते हैं. जैसे ബനിയ, ചില വാക്കുകളെ അവസാനം ആയിൻ എന്ന് ചേർത്താൽ നമുക്ക് സ്ത്രീലിംഗം കിട്ടും. ബനിയ, ബനിയായിൻ. പണ്ഡിത്, പണ്ഡിതായിൻ. മിശ്ര, മിശ്രായിൻ. ഗുരു, ഗുരുവായിൻ. चौधरी, चौधराइन. चौबे, चौबाइन. संस्कृत से हिंदी में आए पुल्लिंग शब्दों के स्त्रीलिंग रूप बहुत कुछ संस्कृत के नियमों के अनुसार ही होते हैं. അതായത് സംസ്കൃതത്തിൽ നിന്നും വന്ന ചില ഹിന്ദി ശബ്ദങ്ങൾ पुल्लिंग शब्दों के स्त्रीलिंग रूप बहुत कुछ संस्कृत नियमों के अनुसार ही होते हैं. വിദ്വാൻ, വിദ്ദുഷി, ഇതൊക്കെ സംസ്കൃതത്തിൽ നിന്ന് വന്ന ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇക്കാരന്ത് ചേർത്തിട്ടാണ് ഇവിടെ, അല്ലെങ്കിൽ നീ ചേർത്തിട്ടുണ്ട്, അതുപോലെ ആ ചേർത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. വിദ്വാൻ, വിദ്ദുഷി, അതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം. പുത്ര, പുത്രി, ബാലക്, ബാലിക, ഇവിടെ ആയാണ് അവസാനിക്കുന്നത് സ്ത്രീലിംഗ ശബ്ദം. അതുപോലെ വിദ്യാർത്ഥി, വിദ്യാർത്ഥിനി, പ്രിയ, പ്രിയ. പ്രിയനെ ആ ചേർത്തപ്പോഴാണ് നമുക്ക് അതിൻ്റെ സ്ത്രീലിംഗം കിട്ടിയിരിക്കുന്നത്. പൂജ്യ, പൂജ്യ. हिंदी के अनेक पुल्लिंग शब्दों के स्त्रीलिंग रूप सर्वदा भिन्न होते हैं. ഇന്ത്യയിലെ മിക്ക പുല്ലിംഗ ശബ്ദങ്ങളുടെയും സ്ത്രീലിംഗ രൂപം വ്യത്യസ്തമാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ബായി, ബായിൻ്റെ അവസാനം നമ്മൾ നാ ചേർത്താലോ അതുപോലെ ഈ ചേർത്താലോ ഒന്നും നമുക്ക് അതിൻ്റെ സ്ത്രീലിംഗം കിട്ടത്തില്ല. അതിൻ്റെ വ്യത്യസ്തമായ ശബ്ദം തന്നെയാണ് അല്ലേ. ബഹൻ, മർദ് എന്ന് പറഞ്ഞാൽ പുരുഷൻ, അതിൻ്റെ സ്ത്രീലിംഗ രൂപം ഔരത്താണ്. അതിനെ മർദിയെന്നോ മർദായിനോ എന്നൊന്നും ചേർത്താൽ നമുക്ക് സ്ത്രീലിംഗം കിട്ടില്ല. അതുപോലെ വർ, വരിയെന്നോ വരൂന്നോ വരുവായിനെന്നൊന്നും എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടില്ല, അതിൻ്റെ സ്ത്രീലിംഗ രൂപം ലഭിക്കില്ല. അതിൻ്റെ വേറെ തന്നെയാണ് അല്ലേ. വധു, വരൻ, വധു. പുരുഷ, സ്ത്രീ. പിത, മാതാ. ബാപ്പ്, മാ. कुछ पुल्लिंग शब्दों के पहले स्त्रीवाचक शब्द जैसे मादा, महिला, स्त्री आदि जोड़ने से स्त्रीलिंग शब्द बनते हैं. ചില പുല്ലിംഗ ശബ്ദങ്ങളുടെ കൂടെ മുമ്പിലായിട്ട് സ്ത്രീ ശബ്ദങ്ങൾ ചേർത്താൽ നമുക്ക് സ്ത്രീലിംഗം കിട്ടും. അതായത് മാതാ, മഹിള, സ്ത്രീ എന്നൊക്കെ ചേർത്താൽ നമുക്ക് സ്ത്രീലിംഗം കിട്ടും. കൗവ, കാക്കയ്ക്ക് കൗവ എന്ന് പറയും അല്ലേ, അത് പുല്ലിംഗമാണ്. അപ്പോൾ അതിനെ നമുക്ക് സ്ത്രീലിംഗമാക്കണമെങ്കിൽ അതിൻ്റെ മുന്നിലായിട്ട് മാതാ കൗവ, അതുപോലെ ചീൽ, മാതാ ചീൽ. പാഠക്, സ്ത്രീ പാഠക്. പുരുഷ് അല്ലെങ്കിൽ സദസ്യ, മഹിളാ സദസ്യ. അപ്പോൾ ഈ കൗവ, ചീൽ, പാഠക്, സദസ്യ എന്നൊക്കെ പറയുന്നത് എന്താണ്, പുരുഷ ജാതിയിൽപ്പെട്ട വാക്കുകളാണ്. അപ്പോൾ അതിനൊക്കെ സ്ത്രീ ജാതിയിലേക്ക് മാറ്റണമെങ്കിൽ അതിൻ്റെ മുന്നേ നമ്മൾ മാതാന്നും സ്ത്രീന്നും മഹിള എന്നൊക്കെ കൊടുത്താൽ മതി. നമുക്ക് ജീവനുള്ള വസ്തുക്കളെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കുറേയൊക്കെ എളുപ്പമാണ്. പക്ഷേ ജീവനില്ലാത്ത വസ്തുക്കളെ മനസ്സിലാക്കണമെങ്കിൽ അത് നമ്മൾ കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന്. ഒന്നെങ്കിൽ
ആയിൽ അവസാനിക്കുന്നുണ്ടോ ഈയിൽ അവസാനിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനത്തെ നിയമങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എക്സാമിന് ലിങ്ക് ബദലിയെ അതുപോലെ തന്നെ ലിങ്ക് ബത്തായി എന്ന് പറഞ്ഞിട്ട് എക്സാമിന് ചോദ്യം ചോദിച്ചേക്കാം. അപ്പോൾ ലിങ്ക് ബദലിയെ എന്ന് പറഞ്ഞാൽ ജെൻഡർ മാറ്റാനാണ്. ലിങ്ക് ബത്തായി എന്ന് പറഞ്ഞാൽ ജെൻഡർ പറയൂ അല്ലെങ്കിൽ രേഖപ്പെടുത്തൂ എന്നാണ്. ഉദാഹരണമായിട്ട് ലിങ്ക് ബദലിയെ എന്ന് പറഞ്ഞാൽ വരൂ, വറിൻ്റെ ലിങ്ക് ബദലിയെ എന്ന് പറഞ്ഞാൽ മാറ്റാനാണ് അല്ലേ. അപ്പോൾ വധു, മാലി, മാലീൻ, ദാദാ, ദാദി, പുരുഷ്, സ്ത്രീ, പിത, അമ്മ. ഇനി എന്താണ് ലിങ്ക് ബത്തായി എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. അത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് രേഖപ്പെടുത്താനാണ്. ഇപ്പോൾ ലടുക്ക, ലടുക്കി എന്ന് എഴുതാനല്ല, അത് പുല്ലിംഗമാണ് എന്ന് പറയാൻ. അതുപോലെ വധു എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു വരൻ, അത് ലിങ്ക് ബദലിയെയാണ് അല്ലേ. ഇവിടെ വധു സ്ത്രീലിംഗ ശബ്ദമാണ്. അതുപോലെ പേഡ് പുല്ലിംഗ ശബ്ദമാണ്. കുർസി സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ ലിങ്ക് ബത്തായിയെ ലിങ്ക് ബദലിയെ ഒരിക്കലും മാറിപ്പോവാതെ നോക്കുക. तो आज की कक्षा आप लोगों को समझ में आए होंगे. धन्यवाद.